സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? അപ്പോൾ അത്തരം ആളുകളോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ദൈവമില്ല എന്നുള്ളതിന് എന്താ തെളിവ്? നിങ്ങൾ ദൈവമില്ല എന്ന് തെളിയിക്കാൻ ശ്രമിച്ചാൽ മതി, നിങ്ങൾക്ക് ദൈവമുണ്ട് എന്ന് മനസ്സിലാവും. സാധാരണ എത്തിസ്റ്റുകൾ എന്താ പറയുന്നത്? ലോകം മുഴുവൻ സ്വമേധയാ ഉണ്ടായി, അല്ലെങ്കിൽ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് പരിണമിച്ചിട്ടുണ്ടായി എന്നൊക്കെയാണ്. നമ്മൾ വെറുതെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടൊരു സാധനമല്ല. പരിണാമ സിദ്ധാന്തത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്കറിയാം. ഇതൊരു അനുമാനം മാത്രമാണ്, ഇതൊരു തെളിയിക്കപ്പെട്ട ഒരു ശാസ്ത്ര സത്യമൊന്നുമല്ല. അപ്പോൾ ഒരു മനുഷ്യന് വേണമെങ്കിൽ ആലോചിക്കാമല്ലോ, ഈ കുരങ്ങിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത് എന്നുള്ളതൊരു അനുമാനമാണല്ലോ. അതേപോലെ തന്നെ ഒരു മനുഷ്യന് വേണമെങ്കിൽ മതവിശ്വാസമാണ് ശരി എന്നും അനുമാനിക്കാലോ. അതായത് നേർക്ക് നേരെ പഠിച്ചവൻ മനുഷ്യനെ ഉണ്ടാക്കി. കാരണം കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. അതേപോലെ ചില ആളുകളൊക്കെ പറയാറുള്ളത്, നമുക്ക് പരലോകത്തിലൊന്നും വിശ്വാസമല്ല, മരിച്ചു കഴിഞ്ഞാൽ അതോടെ മനുഷ്യൻ്റെ ജീവിതം തീർന്നു, ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, പരമാവധി അടിച്ചു പൊളിച്ചോളൂ. ഇതാണ് സാധാരണ എത്തിസ്റ്റുകൾ പറയാറുള്ളത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു വിശ്വാസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതാവും. നമ്മളുടെ ജീവിതം തന്നെ പിന്നെ എന്തിനാണ്? ആ ഒരു ഏറ്റവും വലിയ ചോദ്യം തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറും. അപ്പം പരലോക വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവും, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, നമുക്കൊരു കൃത്യമായ ഒരു മാർഗം ഉണ്ടാവും, നമുക്ക് അവിടെ ഒരുപാട് നമ്മളുടെ ജയപരാജയങ്ങളിൽ വലിയ സാന്ത്വനം ഉണ്ടാവും, പ്രതീക്ഷകളുണ്ടാവും. അതേപോലെ ഈ എത്തിസ്റ്റുകൾ പലപ്പോഴും ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നത്, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ചില മനുഷ്യർക്ക് വൈകല്യങ്ങളുണ്ട്, അതുകൊണ്ട് പടച്ചോനില്ല. എന്നാൽ ലോകത്തുള്ള മറ്റ് സകല മനുഷ്യരുടെയും, അല്ലെങ്കിൽ ഈ വൈകല്യമുള്ള ആളുകളുടെ പോലും മറ്റ് അവയവങ്ങളെല്ലാം, വളരെ സങ്കീർണമായ അവയവങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ആരാണ് ഇത് രൂപകൽപ്പന ചെയ്തത്, ഇതൊക്കെ വെറുതെ അങ്ങ് സ്വാഭാവികമായിട്ടും നമുക്കങ്ങ് വന്നു ചേർന്നതാണോ? അതല്ലെങ്കിൽ ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നും ഇത്രയും വളരെ സങ്കീർണമായ അവയവങ്ങളും ഇന്റേണൽ ഓർഗൻസും, നമുക്ക് ബുദ്ധിയും നമ്മളുടെ കഴിവുകളും നമ്മളുടെ കാഴ്ചശക്തിയും ഓർമ്മശക്തിയും ഒക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നതാണോ? ഇനി അതല്ല, ഇതൊക്കെ നമുക്ക് ഒരു സർവശക്തനായ ഒരു ദൈവം തന്നു എന്ന് വിചാരിക്കുന്നതാണോ കൂടുതൽ യുക്തി?